നമസ്കാരം. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ഇനി പുതിയതായിട്ടുള്ള ഗൃഹം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കുവാനും, ഒരു പക്ഷേ മുമ്പ് ആലോചിച്ചു വന്നിരുന്നു 2024, പിന്നെ ആ ആലോചനകളൊക്കെ നിർത്തിവെച്ചു ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട്. എന്നാൽ ഈ മാസത്തിൽ അതിനുള്ളൊരു സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. കല, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസത്തിൽ കൂടുതൽ ദിവസങ്ങളിൽ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളും, ഒരു പക്ഷേ അവധിയെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും, അവതരണത്തിന് വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ പോലും കാണുന്നതുമുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിനാൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനോ, അതല്ല നിലവിലുള്ള രാജ്യത്തിൽ തന്നെ ഉപരിപഠനത്തിന് അപേക്ഷ സമർപ്പിക്കുവാനോ സാധ്യതയുണ്ട്. ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. ആധുനിക കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുന്നത് വഴി കഴിഞ്ഞ 2-3 മാസമായിട്ട് അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വരികയും ഈ മാസത്തിൽ കൂടി അത് വിളവെടുപ്പ് വന്ന് ചേരുന്നത് വഴി ഈ ഒരു കർമ്മമണ്ഡലങ്ങൾ, കാർഷികമായിട്ടുള്ള മേഖലകളും ജോലിയോടൊപ്പം അനുവർത്തിക്കാൻ തീരുമാനിക്കും. ഒരു പക്ഷേ വിപുലമാക്കുന്നതിന് ഭാഗമായിട്ട് ഒരു കർഷകൻ്റെ സഹായ സഹകരണവും, അതേപോലെ സമാന ചിന്താഗതിയുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും സ്വരൂപിച്ചും കൊണ്ട് പുതിയ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാൻ ഇടയുണ്ട്. അച്ഛന് പല പ്രകാരത്തിലും അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തീരുമാനിക്കും. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ തീരുമാനിക്കും. പ്രാരംഭത്തിൽ പ്ലാനുകളൊക്കെ വരയ്ക്കുമെങ്കിൽ പോലും വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുവാനായിട്ട് വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശം പ്രകാരം പരിവർത്തനങ്ങളൊക്കെ തയ്യാറാകുവാനും ഇടയുണ്ട്. പലപ്പോഴും സങ്കീർണമായിട്ടുള്ള പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ചും കൊണ്ടും ഔചിത്യമുള്ള സമീപന ശൈലി ആദരിക്കുന്നതും അത് സ്വീകരിക്കുന്നതും, അങ്ങനെയുള്ള അവസരത്തെ സ്വമേധയാ സ്വീകരിക്കുന്നതും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലം വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള ചില കരാറു ജോലികൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഭാവിയിലേക്ക് നഷ്ടകഷ്ടങ്ങളുണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ തൽക്കാലത്തേക്ക് അതിൽ നിന്നെല്ലാം തന്നെ പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. വാത ഉദര രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. അന്യരുടെ കാര്യങ്ങൾ ആലോചിക്കാതെ സ്വന്തം നിലയിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും അനുവർത്തിച്ചും കൊണ്ട് പലപ്പോഴും അതിനുള്ള സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ വെളിച്ചത്തിൽ വേണമെങ്കിൽ പോലും പരോപകാര പ്രവർത്തനങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ ഇടവരും. ഒരുപക്ഷെ വ്യാവസായികമായിട്ടുള്ള മേഖലകളോ വ്യാപാര മേഖലകളോ ഒന്നുമല്ലാതെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും ഫെബ്രുവരി മാസത്തിൽ പാഠ്യപദ്ധതി അല്ലെങ്കിൽ പരീക്ഷകളൊക്കെ പൂർത്തീകരിക്കുമെങ്കിൽ പോലും ഇതിനനുസരിച്ചുള്ളൊരു ജോലി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്ക് ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങളും, മറ്റ് ചിലർക്ക് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി സ്വീകരിക്കുന്ന പക്ഷം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് യോഗമുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം
മാർച്ച് മാസത്തിലും പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ രേഖാപരമായിട്ട് ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുമോ എന്ന ഒരു ആശങ്ക ഉണ്ടാവാം. ജോലി നഷ്ടപ്പെടുകയൊന്നും ഉണ്ടാവുകയില്ല. എന്നിരുന്നാൽ പോലും കൂടുതൽ പ്രയത്നിക്കണം എന്നൊരു നിർദ്ദേശങ്ങൾ മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും വന്ന് ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ വർഷങ്ങളായിട്ട് സ്ഥിരതാമസമാക്കിയ പലർക്കും ദൈനംദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുക, മറ്റ് ചില സ്ഥലങ്ങളിൽ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സഹകരണങ്ങളോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ ഇനി ജന്മനാട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കാം എന്ന ധാരണയോടുകൂടി തന്നെ ഈ ഒരു വർഷം ഇല്ലെങ്കിൽ പോലും 2027 നാട്ടിലേക്ക് പോരാം എന്ന ധാരണയോടുകൂടി തന്നെ അതിന് തക്കവണ്ണമുള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. മേലധികാരികൾക്ക് പലർക്കും പകർച്ചവ്യാധി പിടിപെടുന്നത് വഴി ഒരുപക്ഷെ അധികാരപരിധിയും ചുമതലകളൊക്കെ വർദ്ധിക്കുന്ന ഈ മേലധികാരിയുടെ ചുമതലകളെല്ലാം തന്നെ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പുതിയ സ്നേഹബന്ധത്തിന് അകൽച്ച അനുഭവപ്പെടുമെങ്കിൽ പോലും അതിനെ പറ്റിയിട്ട് വ്യാകുലപ്പെടാതെ വ്യക്തിപരമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് വന്നു ചേരേണ്ടത്, അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തായിട്ട് വന്നു ചേരേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പരിമിതപ്പെടുക എന്ന ഒരാശയം മനസ്സിലുണ്ടാവുക തന്നെ ആവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മിക്ക ശനി ഞായർ ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രലോഭനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടിയതായുള്ള സാഹചര്യങ്ങൾ, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. കുടുംബത്തിൽ നിന്നും സ്വല്പം അസ്വാരസ്യങ്ങൾ വന്ന് ചേരുവാനിടയുള്ളത് കൊണ്ട് ഭാര്യ സമേതനായിട്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് വാടക വീടെടുത്ത് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ താൽക്കാലികമായിരിക്കാമെങ്കിൽ പോലും അങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. അവിചാരിതമായിട്ട് പ്രത്യേക ആരാധനാലയ ദർശനം നടത്തുവാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും ഇടവരും. പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം ഉണ്ടാകുമെങ്കിലും 2026 ജൂൺ മാസം വരെ ആശങ്കകളുണ്ടാകുമോ എന്ന ഒരു ഉൾഭയത്താൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും അനുവർത്തിക്കുവാനും നിവർത്തിക്കാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഇതാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് വഴി ഒരുപക്ഷെ മേലധികാരികൾക്ക് പോലും ഒരു ആശങ്ക ഉണ്ടാകുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ദുസ്സംശയങ്ങൾക്ക് പോലും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്ന വിധത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നത് വഴി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ സാംക്രമിക രോഗങ്ങളുടെ ബാക്കി ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും മറ്റു ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതിന് തക്കവണ്ണമുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് തയ്യാറാകുവാനും ഇടയുണ്ട്. ഇതിനു പുറമെ
വ്യായാമത്തിന് പ്രാധാന്യം നൽകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാനും അവസരം വന്നു ചേരും. ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ബന്ധുമിത്രാദികളുടെ ആഗമനം ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ അവരോടൊപ്പം 1-2 ദിവസം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ഒരു ദിവസം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവതരണത്തിന് പ്രത്യേക ചില അനുമതി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. അവഗണിക്കപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഭാവിയിലേക്ക് ഇനിയും ജോലി സാധ്യതകളുള്ള അഥവാ അനന്ത സാധ്യതയുള്ള ജോലിയെ സംബന്ധിച്ച് വിലയിരുത്തി അതിന് തക്കവണ്ണമുള്ളൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം, ഒരുപക്ഷെ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പഠിക്കാൻ തക്കവണ്ണം അതിനൊരു പാഠ്യപദ്ധതിക്ക് ചേരുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സ്വന്തം നിലയിൽ അത്ര നേട്ടമില്ലെങ്കിൽ പോലും പ്രസ്ഥാനത്തിന് പല വിധത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകുന്ന വിധത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും. അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും പിന്മാറി അഥവാ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്യുന്ന പ്രസ്ഥാനത്തിന് അതിനുവേണ്ടി പ്രയത്നിക്കുവാനും അന്തിമമായിട്ട് അതിന് പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. എന്നാൽ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം 6 മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രയത്നിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിലേക്കുള്ള പുനരധിവാസത്തിന് തയ്യാറാകുവാനും അതിന് തക്കവണ്ണം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന് പ്രായോഗികമായിട്ടുള്ള പ്രവർത്തന രീതി അവലംബിക്കാൻ ഇടവരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടി വരുവാനിടയുണ്ട്. മക്കളോടൊപ്പം സ്ഥിരതാമസമാക്കുവാനായിട്ട് ഒരുപക്ഷെ മക്കൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു വീട് വാങ്ങിക്കാൻ തീരുമാനിക്കുവാൻ ഇടവരും. സ്വയം നിശ്ചയിച്ച കർമ്മമണ്ഡലങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ചിലതിൽ നിന്നെല്ലാം പിന്മാറി ഭാവിയിലേക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം മാത്രം ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനിടവരും. കഴിഞ്ഞ വർഷം 2025 ആദ്യത്തെ പകുതിയിൽ ഏറ്റെടുത്ത പല തൊഴിൽ മേഖലകളും പൂർത്തീകരണം എന്നത് ഒരുപക്ഷെ 2026 ജൂലൈക്ക് ശേഷം 6 മാസത്തിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ പകുതിയിൽ പൂർത്തീകരിക്കാനായിട്ട് അതിൻ്റെ പണികളെല്ലാം സ്വല്പം കാലതാമസമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് സ്വന്തം ദോഷങ്ങളെ കൊണ്ടല്ല, ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാനും രൂപകൽപ്പന ചെയ്യുവാനും ഇടയുണ്ട്. നിലവിലുള്ള ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനിടവരും. പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഇനി മുതൽ അച്ഛനമ്മമാരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തീരുമാനിക്കുവാനിടവരും. മാർച്ച് മാസത്തിൽ അവധി ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ നാട്ടിലേക്ക് ജന്മനാട്ടിൽ വന്നു പോകുവാനായിട്ട് അവധിക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട്. പലപ്പോഴും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും പ്രസ്ഥാനത്തിന് പദ്ധതികൾ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജോലി നഷ്ടപ്പെടുമോ എന്ന ഒരു ആശങ്ക ഉള്ളതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. സേവന വ്യവസ്ഥകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും.
മഹത് വ്യക്തികളുടെ ജീവിതാഭിലാഷങ്ങൾ മാതൃകയാക്കി പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാനിടയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ചെറിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാനിടവരും. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് വളരെ ഗുണകരമായി തീരും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ നിശ്ചയിച്ച പോലെ നടക്കുവാൻ സാധിക്കുകയില്ലയോ എന്നൊരു ഉൾഭയമുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലതെല്ലാം എഴുതി വെച്ചും കൊണ്ടും സഹപ്രവർത്തകരും കീഴ് ജീവനക്കാരെയും ഏൽപ്പിച്ചും കൊണ്ട് എല്ലാം ഈ മാസത്തിൽ ശുഭപരിസമാപ്തിയിലെത്തിക്കുവാൻ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.